കൊല്ലത്തെ സിനിമാ താരം മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPIM തീരുമാനിച്ചത് അത്ഭുതത്തോടെയാണ് കൊല്ലത്തുകാർ സ്വീകരിച്ചത്. മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് വ്യത്യസ്ത പ്രതികരണമാണ് വോട്ടർമാർക്കിടയിൽ. വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടം മാത്രം നടന്നിട്ടുള്ള കൊല്ലം നിയമസഭാ മണ്ഡലം ആദ്യമായി ഒരു സിനിമാ താരം കൊല്ലത്ത് ജനവിധി തേടാൻ ഒരുങ്ങുന്നു. എങ്ങനെയാകും കൊല്ലത്തെ വോട്ടർമാർ ചിന്തിക്കുക? കൊല്ലം നിയമസഭാ മണ്ഡലത്തിലേക്ക് നാടകീയമായിട്ടായിരുന്നു നടൻ മുകേഷിന്റെ പേര് CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ കോടിയേരി ബാലകൃഷ്ണൻ നിർദ്ദേശിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുക കൂടി ചെയ്തതോടെ കൊല്ലത്ത് മുകേഷ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി. കൊല്ലം സ്വദേശിയും ഇടതുപക്ഷ അനുഭാവിയുമാണെങ്കിലും സിനിമാ നടൻ എന്ന പേരിൽ പേരെടുത്ത മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി വോട്ടർമാർക്കും ചിലത് പറയാനുണ്ടാകും. സിനിമാക്കാർ അവരുടെ ജോലി നോക്കിയാൽ പോരെ, അവരിങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഇഷ്ടമാണ് മോനെ, ഇഷ്ടമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ പരിപാടിക്കും വരികയും ചെയ്യും പുള്ളി. അതുകൊണ്ട് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചാലക്കുടിയിൽ ഇന്നസെൻ്റ് നിന്നപ്പം ഒരുപാട് ഫിലിം സ്റ്റാറുകളൊക്കെ വന്നായിരുന്നു. അതുകൊണ്ട് കൊല്ലത്തും വരാൻ ചാൻസ് ഉണ്ട്. അവരെ കാണാൻ വേണ്ടി ആൾ കൂടും. കൊച്ചുനാളിലോട്ട് രാഷ്ട്രീയത്തിൽ വരുന്ന ചെറുപ്പക്കാരുണ്ട് ഒരുപാട് പേര്. പേരെടുത്ത് പറയുന്നില്ല, പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറയുന്നില്ല. അങ്ങനെയുള്ളവർ കയറി വരണതാണ് എൻ്റെ ആഗ്രഹം. ജയിക്കും. ഞാൻ ഇവിടുത്തെ വോട്ടറാണ്. കാര്യം മുകേഷ് ജയിക്കുമെന്ന നമ്മുടെ താല്പര്യം. O മാധവന്റെ മകൻ അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ കൊല്ലത്ത് ജനവിധി തേടാൻ ഒരുങ്ങുമ്പോൾ എതിരാളികൾ ആരായാലും നെഞ്ചിടിപ്പ് കൂടുമെന്നതിൽ സംശയമില്ല. ക്യാമറാമാൻ ഷിജു ചോറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.